ഇവിടെ നെന്മാറയിൽ കെ ബാബു MLA ലക്ഷ്യമിട്ട് കോൺഗ്രസ് കെ ബാബുവിനെ UDF സ്വതന്ത്രനാക്കി സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നടക്കുന്നുണ്ട്. കെ ബാബുവുമായി ചർച്ച നടത്തിയിരിക്കുന്നു നേതാക്കൾ. കെ പ്രേമനെ CPIM സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തിയിലാണ് കെ ബാബു. സച്ചിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, സേതു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള അതൃപ്തിയിൽ തന്നെയാണ് നെന്മാറയിലെ MLA ആയിട്ടുള്ള കെ ബാബു ഉള്ളത്. പ്രധാനമായും നെന്മാറയിൽ വിജയസാധ്യത പരിഗണിച്ച് കെ ബാബുവിന് ഒരു ടേം കൂടെ ഇളവ് നൽകണം എന്ന ആവശ്യം CPM-ൽ നിന്നും ഉയർന്നിരുന്നു. എന്നാൽ CPM ജില്ലാ നേതൃത്വവും അതേപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും കെ ബാബുവിനെ ഒഴിവാക്കുകയായിരുന്നു. തുടർന്നാണ് അതൃപ്തിയിലായ കെ ബാബുവുമായി UDF-ന്റെ പ്രാദേശിക നേതാക്കൾ ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയിട്ടുള്ളത്. ഈ വിവരങ്ങളെല്ലാം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും ഷാഫി പറമ്പിൽ MPയെയും അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാദേശിക നേതാക്കൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഷാഫി പറമ്പിൽ അനുകൂലികളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു നിർണായകമായ നീക്കം നെന്മാറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും UDF-നോടുള്ള ഒരു അനുകൂല നിലപാട് കെ ബാബു പ്രകടിപ്പിച്ചില്ല എന്ന് തന്നെയാണ് നിലവിൽ UDF-ന്റെ ചർച്ച നടത്തിയ ആളുകളെല്ലാം വ്യക്തമാക്കുന്നത്. എന്നാൽ പോലും UDF അത്തരം സാധ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വിധേനയും കെ ബാബുവിനെ നെന്മാറയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കമാണ് UDF-ന്റെ ഭാഗത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും CPM-ന്റെയും LDF-ന്റെയും ഒരു കുത്തക മണ്ഡലം എന്ന രീതിയിലാണ് നെന്മാറ കഴിഞ്ഞ കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നെന്മാറയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം UDF-ന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജനകീയനായ കെ ബാബുവിനെ അവിടെ MLA ആയി വീണ്ടും ഒരു അവസരം കൂടെ കൊടുക്കണമെന്ന് CPM-ന്റെ പ്രാദേശിക ഘടകങ്ങൾ വ്യക്തമാക്കിയത്. എന്നാൽ ഇതൊക്കെ മറികടന്നുകൊണ്ട് കെ ബാബുവിനെ മാറ്റുകയായിരുന്നു. തുടർന്നാണ് കെ ബാബുവിന്റെ അതൃപ്തി മുതലെടുക്കാൻ വേണ്ടി UDF ഇപ്പോൾ നിർണായകമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സേതു.